പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മാനിക്കുന്നവനാണ് മാന്യൻ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത വാക്യം വായിക്കുന്നത്, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. പ്രൈസ് ദി ലോർഡ്. മാനിക്കുന്നവനെ മാനിക്കും, പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവും കൂടെ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ജയം. എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായി തീരുകയും ചെയ്യും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്നെ ദൈവം മാനിക്കുമ്പോൾ നിന്നെ അപമാനിച്ചവരെ ദൈവം കൈകാര്യം ചെയ്യും. ദൈവം അത് ചെയ്യാതിരുന്നാൽ നിന്നോട് കാണിക്കുന്നത് അനീതിയായിരിക്കും. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. നിന്നെ മാനിച്ചാൽ നിന്നെ നിന്ദിച്ചവരെ നിന്ദിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ദൈവത്തെ മാനിച്ചില്ലെങ്കിൽ ദൈവത്തെ നിന്ദിക്കേണ്ടി വരും. അങ്ങനെ ഒരു തലമുറയെ കണ്ടുകൊണ്ടാണ് ദൈവം ഈ കാര്യം പറഞ്ഞത്. 2-ാം അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അനന്തരം ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്നവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരമാണ് ചെയ്യുന്നു. കാര്യം പറഞ്ഞതിന് ശേഷം ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്തു, എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു സത്യം. സകല ജനങ്ങളെയും നിന്റെ പിതൃഭവനത്തെയും കൊണ്ട് അർപ്പിക്കാൻ ഏൽപ്പിച്ചു. പക്ഷേ 29-ാം വാക്യം വായിക്കുമ്പോൾ, എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിന്നെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത്. എന്റെ ദൈവമേ, ഇത് ആർക്കെങ്കിലും അറിയാവുന്ന ഒരു രഹസ്യമാണോ? ആ രഹസ്യം ഏലിയെടുത്തൊന്ന് പറയാണ്, നീ എന്നേക്കാൾ നിന്റെ മക്കളെ കൊഴുപ്പിച്ചു. നമ്മളെ മക്കളെ ദൈവമാണ് വളർത്തേണ്ടത്, ദൈവമാണ് പുലർത്തേണ്ടത്. ഇത് മക്കളെ കൊഴുപ്പിച്ചു എന്നാണ് അടുത്തൊരു ന്യായവിധിയാണ്. ഇസ്രായേലിനെ ലഭിക്കാനുള്ള എല്ലാ നന്മകളുടെയും മധ്യേ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗി കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധനും ഉണ്ടാകുകയില്ല. 2 കാര്യങ്ങൾ. ഒന്ന്, നിന്റെ ഭവനത്തിൽ എപ്പോഴും ഒരു പ്രതിയോഗി ഉണ്ടായിരിക്കും. 2, വൃദ്ധന്മാരുണ്ടായിരിക്കും. എന്ന് പറഞ്ഞത് വാർദ്ധക്യത്തിലും ഫലം കായ്ക്കാനുള്ളവർ ഡിമ്മാവും. യൗവനപ്രായത്തിൽ തന്നെ അന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 120 വയസ്സാണെങ്കിൽ 60 വയസ്സാകുമ്പോഴേ ക്ലീനാവും. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു അങ്ങനെ സംഭവിക്കും. മക്കളെ കൊഴുപ്പിക്കുന്നവർക്ക് മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ആ കർത്തവ്യമാണ്. അവർ അത് ചെയ്യണം എന്നുള്ളത്. മക്കൾക്ക് വേണ്ടി ചരിതി വെച്ച് വയ്ക്കേണ്ടത് ദൈവവചനത്തിൻ്റെ മർമ്മമാണ്. മക്കളുടെ നല്ല മാതൃക മാതാപിതാക്കൾക്കൊരു അനുഗ്രഹമാണ്. ഞാൻ മുമ്പ് ഒരിക്കൽ ഓർപ്പിച്ചെന്ന് തോന്നുന്നു, അവൻ്റെ കൊമ്പ് ഉയർത്തേണ്ടതിന് അവന് 14 മക്കളെ കൊടുത്തുന്ന ഒരു സംഗീതക്കാരനെ കുറിച്ച് പറഞ്ഞതാണ് ഹേമാൻ. പ്രൈസ് ദി ലോർഡ്. മക്കൾ നമുക്കൊരു അനുഗ്രഹമാണ്. അവരെ കൊഴുപ്പിക്കണം. പക്ഷെ എന്തിട്ടാണ് കൊഴുപ്പിച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ ആലയത്തിലെ ദൈവത്തിനർപ്പിച്ച. എന്ത് ഭയങ്കരമാണെന്ന് അറിയാമോ? ദൈവത്തിന് അർപ്പിക്കേണ്ട വഴിപാടിൻ്റെ പ്രധാന ഭാഗമെടുത്ത് മക്കൾക്ക് കൊടുക്കുകയും, അല്ലെങ്കിൽ പിന്നെ അമ്മമാർ വന്ന് കുത്തിയെടുക്കില്ലല്ലോ. മക്കളെ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കണമല്ലോ, ഇത് മേധസ്സാണ്. ഇത് ദൈവത്തിന് അർപ്പിക്കേണ്ടതാണ്. ഈ ദൈവത്തിന് അർപ്പിക്കേണ്ട ഈ മേധസ് നമുക്ക് തിന്നാൻ പാടില്ല. ദൈവത്തിന് അർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കത് എടുക്കാം. പക്ഷെ അവർ അതനുഭവിച്ചില്ല. അവർക്കത് ശീലമില്ല. അവർ അത് തിന്നു. അവർ ശിക്ഷ കാരണമായി തീർന്നു. നിങ്ങൾക്കറിയാമോ ഏലിയുടെ സന്തതിയെക്കുറിച്ച്, ശമൂവേലിനെക്കുറിച്ച് ശമൂവേലിനോട് പറഞ്ഞത്, ഇത് കേൾക്കുന്നവന് ചെവി 2 മുഴങ്ങും എന്നാണ്.
അങ്ങനെയാണെങ്കിൽ നമ്മെ സ്നേഹിച്ച് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നവൻ പറയുകയാണ്, എന്നെ മാനിക്കുന്നവൻ മാനിക്കപ്പെടും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതരായിത്തീരും. ഏലിയുടെ ഭവനത്തെക്കുറിച്ച് ഉള്ള ദൈവത്തിന്റെ അരുളപ്പാട് നിവൃത്തിയാകാൻ ഏലി സമ്മതിച്ചു കൊടുക്കുന്ന മക്കളോട് പിന്നെ അനുസരിപ്പിക്കാനുള്ള സമയം അവന് കിട്ടിയില്ല. പ്രിയ സുഹൃത്തെ, ഇന്ന് പകലിൽ ഈ സമയത്ത് ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായൊന്ന് സമർപ്പിക്കാമോ? നമ്മളെ കുഞ്ഞുങ്ങളെ തിരിഞ്ഞൊന്ന് നോക്കാമോ? മക്കൾ മേശയ്ക്ക് ചുറ്റും ഉരുവ് തൈകൾ പോലെയാണ്. മക്കൾ മേശയ്ക്ക് ചുറ്റും ഉരുവ് തൈകൾ പോലെയാണോ? അവർ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു ഇലമാടാത്തതുമായ വൃക്ഷം പോലെയാണോ ഇരിക്കുന്നത്? ദൈവസന്നിധിയിൽ ഒന്ന് ശോധന ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറായിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു നമ്മളെ സ്നേഹിച്ചു, അവൻ നമുക്ക് വേണ്ടി ജീവൻ തന്നു. വേണ്ടതെല്ലാം നൽകി തരുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.